അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഒരു സാധനം ചെയ്യാൻ പോവാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നിങ്ങൾക്കറിയില്ല ഈ മിത്ത് ബസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആൾക്കാരിങ്ങനെ ഇങ്ങനെ ഫേക്കും പിന്നെ റിയൽ സാധനങ്ങൾ ഇങ്ങനെ മൈൻക്രാഫ്റ്റിനെ കുറിച്ച് അറിയും. ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കും ഗൈസ്. അതിനാണ് മിത്ത് ബസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് അതാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെ ഞാൻ ChatGPT കൊണ്ട് നോക്കിയിട്ട് എടുത്താണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മിത്ത് എന്താണെന്ന് അറിയോ? ഞാൻ ക്രിയേറ്റീവ് ആവട്ടെ. ഫസ്റ്റത്തെ മിത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ സോംബികളുടെ കയ്യിൽ നിന്ന് നമ്മൾ മറ്റേ വില്ലേജറിനെ രക്ഷിച്ച നമുക്ക് ഉണ്ടായിരുന്നതിനേക്കാളും നല്ല ട്രേഡ് ചെയ്യുന്നതാണ് ChatGPT പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും മെയിൻ സാധനം ഇവിടുന്ന് നമ്മൾ കൊല്ലും ഗൈസ്. ഫസ്റ്റ് നമ്മളുടെ വില്ലേജർ ഇപ്പോൾ ഗെയിം പോസായി. ഈ സൈറൻ്റെ ആർമറോ? ഞാൻ അത്രയ്ക്കൊന്നും ഉദ്ദേശിച്ചില്ല. മാറിക്കട ഇവിടുന്ന്. കൊന്നു. പ്രൊട്ടക്ഷൻ വന്നോ? ഇവൻ എന്താ ആർമർ ഇട്ടിട്ടാണ് നടക്കുന്നത്? നോക്കാം എന്താ അപ്പം അത്രയും നന്നായിട്ടുള്ളത്. ഫേക്കാണ്. ബസ്റ്റായിരിക്കുന്നു. ഗൈസ്, നമ്മളൊരു മിത്തിനെ ബസ്റ്റാക്കിയിരിക്കുന്നു. ഇതെന്താ ഞാൻ ഇങ്ങനെ? ഗൈസ്, ഒരു ഷഡ്ഡിയും കൂടി ഇടണമായിരുന്നു, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇതൊക്കെ ഗൈസ് എന്നെ ഇപ്പോൾ കാണാൻ എന്തോ പോലല്ലേ, മെലിഞ്ഞ കാര്യം. ഇനി രണ്ടാമത്തത് എന്താ ഞാൻ പറഞ്ഞുതരാം. വിലയിൽ പോയി എടുത്ത് എന്താണെന്നറിയോ? ഈ നമ്മൾ വേൾഡത്തെ ഏറ്റവും മേലുള്ള ലിമിറ്റ് ഉണ്ടാവില്ലേ, ബ്ലോക്ക് ലിമിറ്റ്, അതുവരെ 316 ടൈസ് അതുവരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സോംബി സ്പോൺ ആവില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഗൈസ്, എനിക്കങ്ങനെ മൈൻക്രാഫ്റ്റിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഗൈസ്, പെട്ടെന്ന് ബ്ലോക്ക് ഇട്ട് പോകണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചേഞ്ച് ചെയ്യണം ഗൈസ്. നമ്മൾ നേരെ ഇതിലോട്ട് ഇട്ടാൽ നമുക്ക് പെട്ടെന്നെല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് നെക്കി പിടിച്ചാൽ മതി ഗൈസ്. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് പോകാം. കണ്ടോ ഗൈസ്, നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ കൺട്രോൾ വേണ്ട ഗൈസ്. എനിക്കത് അത്ര ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കറിയാലോ. ഞാൻ മറ്റേ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഗൈസ്. കാരണം പണ്ട് ഞാൻ ഈ കൺട്രോൾ ഉണ്ടായിരുന്നു ഗൈസ്. ഇതിന് മുമ്പത്തെ വെർഷന് ഞാൻ മറ്റേ ഇത് മാത്രം ഉണ്ടായിരുന്നു കൺട്രോൾ ചെയ്യുന്ന കളിക്കൽ. അതുകൊണ്ടാണ്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം ഞാൻ കളിച്ചില്ല. എന്നിട്ട് പിന്നെ ഇരിക്കുന്ന കൺട്രോൾ വന്നതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇതൊന്നും എടുത്ത് കളിച്ച് പിന്നല്ലേ മനസ്സിലാവുന്നത് ഇതാണ് എല്ലാവരും കളിക്കുന്നപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലായി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വേൾഡ് ലിമിറ്റ്. ഇത് വീഡിയോൻ്റെ ലാസ്റ്റത്തേക്കേ ഞാൻ കാണിക്കുള്ളൂ ഗൈസ്. ഇവിടെ ഞാൻ ഒരു ടോർച്ചും വെക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇനി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അപ്പോഴത്തേക്കും അടുത്ത മിത്തുകൾ ബസ്റ്റ് ചെയ്യാൻ പോകും ഗൈസ്. നമ്മളിവിടെ ഉണ്ടാവാണ്ട് നിൽക്കുമ്പോഴാണ് സോംബി വരുന്നത്, എനിക്കറിയാം. എൻ്റെ 1 ബ്ലോക്കിൻ്റെ വേൾഡിലൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ. ഇതാ ഗൈസ്, ഇവിടെയാണ് ഇനി സോംബി വരാൻ പോകുന്നത് തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഇവിടെ ഇനി സോംബി വരിയിരിക്കും. ഒരു മിനിറ്റ്. അത് വീണ്. നമുക്ക് അങ്ങനെയൊന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്ക് അടുത്ത മിത്ത് ബസ്റ്റ് ചെയ്യാൻ പോകണം. ഗൈസ്, നമുക്ക് താഴോട്ട് ഇറങ്ങാം. അപ്പോൾ ഗൈസ്, ഇതാണ് ആ മിത്തുകൾ. ഒന്ന് നോക്കട്ടെ. വില്ലേജസ് ഗീവ് യു ഗീവ് ബെറ്റർ ട്രീറ്റ്സ്. അത് ചെയ്ത് ഇഫ് യു മൈൻഡ് സ്ട്രേറ്റ് ഡൗൺ യു വിൽ ഓൾവേസ് ഫോൾ ഇൻ ടു ലാവ. അതെനിക്കറിയാം ഗൈസ്. അല്ലെങ്കിലും നമ്മൾ അങ്ങനെ വീഴത്തില്ല. ചിലപ്പോൾ ലാവയിലോട്ട് വീഴാനുള്ള സാധ്യത ഇല്ല. എൻഡർമാൻ കാണ്ട് ടെലിപ്പോർട്ട് ഇഫ് യു കീപ്പ് ഐ കോണ്ടാക്ട്. ഇവനേത് ലോകത്താ? സ്മെൽറ്റിംഗ് ഡയമണ്ട് ടൂൾസ് ഗീവ് ഡയമണ്ട്സ് ബാക്ക് ഇഫ് യു ബിൽഡ് അറ്റ് അത് ചെയ്ത് ഗൈസ്. നമുക്ക് ഇനി 3 കൂടിയും ചെയ്യാം ഗൈസ്. ഡയമണ്ടിൻ്റെ ടൂൾസൊക്കെ സ്മെൽറ്റ് ചെയ്യുന്ന അതെനിക്ക് അറിയാം ഗൈസ്. എനിക്ക് ആദ്യമേ അറിയുന്ന ഒരു സാധനമാണ്. പക്ഷെ എനിക്കറിയാം
എനിക്ക് തോന്നുന്നു ഇത് ഡയമണ്ടിനില്ലാന്ന് തോന്നുന്നു. ഞാൻ അയറിൻ്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഗൈസ്. ആ പൊട്ടാനാകുമ്പോൾ ഞാൻ ഉപയോഗിക്കലുണ്ടത്. എൻ്റെ സർവൈവൽ സീരീസ് ഇപ്പം ആ സർവൈവ് അയ്യോ ഓ ഞാൻ വീണു. ഫസ്റ്റ് പിക്കാസ് ചെയ്യാം. എന്താവത്തില്ലേ? ബ്ലോക്ക് ഓഫ് കോൾ ഇല്ല, സാധാരണ കോള് അത് വെച്ചിട്ട് സാധനങ്ങൾ ചെയ്യുന്നത് ഇല്ല ഗൈസ്. ആവുന്നില്ല. ബസ്റ്റഡ്. എനിക്കറിയില്ലായിരുന്നു ഇത്. ഞാൻ അയറിൻ്റെ സാധനങ്ങൾ ചെയ്യലുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും ആ സാധനം ഒന്ന് ബസ്റ്റായിട്ട്. അയ്യോ ഗൈസ് നമ്മൾ രാത്രിയാക്കാൻ മറന്നുപോയില്ല. അയ്യോ മറന്നുപോയില്ല എന്നല്ല, മറന്നുപോയി. അപ്പം ഞാൻ ഒന്ന് അടുത്ത് നോക്കി. അപ്പോൾ ഗൈസ് പിന്നെയുള്ള സാധനം എന്ന് വെച്ചാൽ നമ്മളെന്താണ് എനിക്കറിയാം ഗൈസ് അങ്ങനെ ആവില്ല എന്ന്. എന്നാലും നമുക്ക് നോക്കി നോക്കാം. 2 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. അത് നമ്മൾ രാത്രി ആക്കിയിട്ട് ചെയ്യണം ഗൈസ്, എന്നാലേ നമുക്ക് മറ്റേ മിത്ത് ബാക്കിയാവുള്ളൂ. അങ്ങനെ രാത്രിയിലെ ഈ സോംബിയൊക്കെ സ്പോൺ ആവുള്ളൂ. ഒരു മിനിറ്റ്, ഈ വേൾഡിൻ്റെ ഏറ്റവും മേളത്തെ സ്ഥലത്ത് നിന്ന് എങ്ങനെ സോംബി സ്പോൺ ആവും അത് നിങ്ങൾ ആലോചിക്കുക ഗൈസ്. ChatGPT നമ്മളെ പറ്റിക്കാൻ നോക്കുന്നു. എനിക്ക് മനസ്സിലായി ഗൈസ്. ചിലപ്പോൾ ആവുമായിരിക്കും, ചിലപ്പോൾ വരിയെങ്കിലോ ഭയങ്കര സീനാവും മോനെ. സീൻ മോനെ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ രാത്രിയാക്കാം. നമുക്ക് കുറച്ച് നേരം കൂടി നിൽക്കും. അപ്പോൾ ഗൈസ് ഈ സമയത്തൊക്കെയാണ് സോംബി വരുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് നേരെ സ്ട്രേറ്റ് ഡിഗ് ചെയ്യണം ഗൈസ്. നേരെ സ്ട്രേറ്റ് ഡിഗ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഈസിയാക്കാൻ. ഗീസ് എന്ത് പെട്ടെന്നോ. ഓ ഫോൺ വൈബ്രേറ്റ് ആവും. നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക അയ്യോ ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഗൈസ് ഈ മിത്തും ബസ്റ്റായിന്ന് തോന്നുന്നു ഗൈസ്. കാരണം ഇവിടെ എനിക്ക് ലാവയായിട്ട് കാണുന്നില്ല. ഇവിടെ ഒന്നും ലാവ ഇരുന്ന് പറഞ്ഞ ലാവ ഉണ്ടായിരുന്നെങ്കിൽ ഇത് റിയൽ ആവുമായിരുന്നു ഗൈസ്. ഇപ്പം ഇത് ഫേക്കാണ്. ഓ ഗൈസ് ഇത് ഒരുമാതിരി കൺട്രോളർ എന്താണെന്ന് അറിയാം ഗൈസ്. അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പറ്റില്ല ഈ കുറേ വിരളൊക്കെ ഉപയോഗിച്ചിട്ട്. ചിലപ്പോൾ എന്തെങ്കിലും ബിൽഡൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ കൺട്രോളർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഗൈസ് ഡി പാഡ്. ഇപ്പോൾ ഗൈസ് ഞാൻ ഡി പാഡ് എടുത്ത് ഇതെന്താ ഭയങ്കര ലാഗാട്ടോ. അപ്പോൾ ഗൈസ് അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ എൻഡർമാനെ നോക്കി നിൽക്കുമ്പോൾ ഒന്നും ആവത്തില്ല. ഒന്നും ചെയ്യില്ല എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താവും നോക്കാം. അത് സർവൈവലായിരിക്കും ഗൈസ് നമ്മൾ ചെയ്യുന്നത്. എൻഡർമാൻ്റെ സ്പോണൊക്കെ പിന്നെ ലുക്ക് നോക്ക് ഗൈസ്. സീൻ ലുക്ക് നമ്മൾ സർവൈവലാക്കും ഗൈസ്. നമ്മൾ അടിക്കത്തില്ല, അതിൻ്റെ മുഖത്തോട്ട് നേരെ നോക്കണം. ഡേ ഞാൻ നിൻ്റെ മുഖത്തോട്ട് നോക്കി. അവനൊന്നും നമ്മളെ ചെയ്തില്ല. ഒരു ടേസ്റ്റ് എനിക്ക് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഓൻ്റെ കണ്ണിലോട്ട് എൻ്റെ സാധനം കൊണ്ടുപോയി, എന്നിട്ട് ഓനൊന്നും ചെയ്തില്ല. ഒരു ടേസ്റ്റ് സോറി. ഗൈസ് ഇപ്പോൾ തന്നെ ചിലപ്പോൾ ഞാൻ സർവൈവലാക്കിയ ചിലപ്പോൾ അതെന്നെ കൊല്ലാൻ സാധ്യതയുണ്ട് ഗൈസ്. ഇതാ ഗൈസ് ഞാൻ പോകുന്നു. അപ്പോൾ ഗൈസ് അത് റിയൽ ആയിരുന്നു. ഞാനിവിടെ എത്തി ഗൈസ്. ഇത് റിയൽ എന്നാണ് ഒരു പറഞ്ഞ എന്തൊക്കെയോ ആണ് ഗൈസ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടുന്ന വേണ്ടി ബിന്ദാട്ടെ വീഡിയോസ് അപ്പോൾ എടുത്ത് വീഡിയോ കാണാം.